നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്വർണവും രത്നങ്ങളും ഇതില്. ഇത് വാങ്ങാൻ ഒരാള് വേണമല്ലോ. എന്ത് ചെയ്യും? ACP കാർത്തി സാറല്ലേ അത്? ആ അതെ അതെ. സർ, മുത്തശ്ശി ഇപ്പൊ ഒന്നും അറിയാനിടയാവരുത്. ഓക്കെ സർ. എന്താടാ നീ ആ വാളിലേക്ക് നോക്കി കൊറേ നേരമായിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന? നീ സന്തോഷം കൊണ്ട് ചത്തു നിൽക്കുകയാണോ അതോ നല്ല സമാധിയിലേക്ക് ലയിക്കാൻ പോവാണോ? ടിപ്പു സുൽത്താനല്ല, ഇനി സത്യസന്ധനായ ഹരിശ്ചന്ദ്രൻ കണ്ടാ പോലും ഈ വാള് കട്ടോണ്ടു പോവും. എത്ര കോടിയായിരിക്കും ഇതിന്റെ വില? ആ അത് പറയാൻ പറ്റില്ല. കോടാനുകോടികളായിരിക്കും വില. പടയോട്ടക്കാലത്ത് ടിപ്പു നിലവറ വെട്ടിപ്പൊളിച്ചിട്ടും ഈ വാള അയക്ക് കിട്ടിയില്ല. ടിപ്പു അത്രയ്ക്ക് സേഫ് ആയിട്ടാ ചെമ്പകമംഗലത്തെ കാരണവന്മാര് ഇത് സൂക്ഷിച്ചു വെച്ചിരുന്നത്. ഇത് കയ്യിലിരിക്കുന്നവർക്ക് പണം മാത്രമല്ല എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവുമെന്നാ പറയുന്നത്. ആ വാള മിക്കവാറും കുടിച്ചിട്ട് വാള് പണിയുന്ന എന്റെ കയ്യിൽ വന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ഉത്സവത്തിന് കൊടികേറിയിരിക്കുകയാണ്. ഈ ഉത്സവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മരണം വരെ ഈ കൊടി ഇറങ്ങില്ല. കാരണം നമ്മുടെ ഉത്സവം തീർന്നിട്ട് വേണ്ടേ കൊടിയിറങ്ങാൻ? അർമാദിക്ക് അർമാദിക്ക്. ഇത് കട്ടെടുക്കാൻ ഞാൻ പെട്ട പാട് എനിക്കേ അറിയൂ. എന്തായാലും നിന്നെ ഞാൻ സമ്മതിച്ചു മൈഥിലി. ഉം. ഇതിനുള്ളൊരു പ്രത്യേക സമ്മാനം നിനക്ക് ഞാൻ തരുന്നുണ്ട്. അത് ഞാൻ പിറകേ തരാം. എന്തായാലും ഇതോടെ ആ ചെമ്പകമംഗലം തറവാട് തകർന്നില്ലേ? അത് തീർന്നു. അഹങ്കാരികളായ ചെമ്പകമംഗലം തറവാട്ടുകാർ ഇനി നാട് നീളെ നടന്ന് തെണ്ടും, അല്ലെങ്കിൽ കക്കും. ഇതെന്റെ ഒരു പ്രതികാരം കൂടിയാ. ആ നിന്നെ എടുത്തിട്ട് ആ കാർത്തിയും ജഗദീഷും കൂടി ഫുട്ബോൾ കളിക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ എന്തായാലും ഇതിനൊരു പണി കൊടുക്കണമെന്ന്. അത് ഞാൻ നിലയുറപ്പിക്കും മുമ്പ് അവന്മാരെന്നെ അടിച്ചോണ്ടാ. അതാ പറ്റിയത്. ഇല്ലെങ്കിൽ അവന്മാർ രണ്ടെണ്ണത്തിന് അവിടെ വെച്ച് ഞാൻ തീർത്തേനെ. പിന്നെ എന്നിട്ട് അവന്മാരെ എല്ലൂരി വിട്ടത്. ദേ മൈഥിലി, അസ്ഥിക്ക് പിടിക്കുന്ന വർത്താനം പറഞ്ഞോണ്ടല്ലോ. എടി നീ ആ തോക്കും താഴെ വെച്ചേ. തോക്കോ? എടി ആ കൊച്ചിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കിടത്തി ഉറക്കിയിട്ട് വരാൻ. ആ ഇവള അങ്ങനെ ഒന്നും ഉറങ്ങില്ല വൈശാഖേ. ഉറങ്ങില്ലേ? ഇത് വലിയ ശല്യാവൂലോ. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ആ കിഴങ്ങേശന്റെ കൊച്ചാണെങ്കിലും ഇതിനെ ഞാൻ പ്രസവിച്ചതല്ലേ. ഇത് എന്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കട്ടെ. ഈ കൊച്ചു മറ്റൊരു മാരണമാവൂന്ന് എനിക്ക് തോന്നുന്നത്. ഇതിനെ വേറെന്തെങ്കിലും ചെയ്യണം. ഓ എന്താ നീ ഇങ്ങനെ ആലോചിക്കുന്നത്?
നമ്മുടെ ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയത്. ഇനി നമ്മൾ അങ്ങോട്ട് രാജാവും റാണിയുമാണ്. ഞാൻ വൈശാഖം തിരുനാൾ രാജരാജവർമ്മ, നീ മകയിരം തിരുനാൾ മൈഥിലി ദേവി തമ്പുരാട്ടി. രാജാവിനും റാണിക്കും ഒക്കെ ഇപ്പൊ പ്രിവിലേജ് പോലും ഇല്ലെന്നാ കേക്കുന്നത്. ആ, ഞാൻ ഇവിടത്തെ രാജാക്കന്മാരെ അല്ല പറഞ്ഞത്, അങ്ങ് ലണ്ടനിലെ രാജാവിനെ റാണിയെ കുറിച്ച. തുടങ്ങിയല്ലോ ദൈവമേ, മുടിഞ്ഞു കൂടി. ഇന്നു മുതൽ ഞാൻ ഉമർ ഖയ്യായി മാറാൻ പോവാ. കേട്ടിട്ടില്ലേ? ഉമർ ഖയ്യ. പനിനീര് പെയ്യുന്ന പൂനിലാവും, 17-ലെത്തിയ പെൺകിടാവും, പാടാൻ വീണയും, കയ്യിൽ മധു ചഷകവുമായി. ഞാനൊരു ബാദുഷ, നീ ഒരു നർത്തകി. ഈ വാളിനെ തന്നെ എനിക്ക് ഇവനെ കൊല്ലേണ്ടി വരുമല്ലോ ഈശ്വര. ഈ അവസ്ഥയിൽ ഇവിടെ വാളി ഞാൻ എവിടെ ഒളിപ്പിക്കും? ഇതൊന്ന് പുറത്ത് കടത്തണമല്ലോ. എത്രയും പെട്ടെന്ന് ഇത് വിൽക്കണം, എന്നാലേ രാമേട്ടന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റൂ. കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്വർണവും രത്നങ്ങളും ഇതില്. ഇത് വാങ്ങാൻ ഒരാള് വേണമല്ലോ. എന്തു ചെയ്യും? നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത് അവിടെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഞാൻ എന്താ അത്ര പൊട്ടിയാണോ? മറ്റാരും കേൾക്കാതെ നിന്നോട് സംസാരിക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. നിങ്ങൾക്ക് എന്താ സംസാരിക്കാനുള്ളത് കുഞ്ഞമ്മായി? ഞാൻ നിന്റെ കുഞ്ഞമായൊന്നുമല്ല, നീ എന്റെ അവിഹിത നാത്തൂനാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.